ഇന്ത്യൻ ടീമിൽ വിജയങ്ങളുടെയും പ്രകടനങ്ങളുടെയും മികവ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന താരങ്ങളുടെ ലിസ്റ്റ് നീളുമെങ്കിലും എടുത്തു പറയേണ്ട ഒരാൾ കൂടിയുണ്ട്. ഇന്ത്യയുടെ ഫീൽഡിംഗിലെ ഈ കാലത്തെ മിഷിഹ റിങ്കു സിംഗ്. ആകാശ് ചോപ്ര പറഞ്ഞതുപോലെ 70% ഓഫ് ദ എർത്ത് ഈസ് കവേർഡ് ബൈ വാട്ടർ ആൻഡ് ദ റിമൈനിങ് 30% ഈസ് കവേർഡ് ബൈ ഹിം. റിങ്കു സിംഗ് ഇങ്ങനെ പ്രകീർത്തിക്കപ്പെട്ട റിങ്കു സിംഗ് പിതാവിന്റെ ചിതയൊടുങ്ങും മുൻപേ രാജ്യത്തിനായി T20 ലോകകപ്പ് മത്സരം കളിക്കാനായി ടീമിനൊപ്പം തിരിച്ചെത്തിയ റിങ്കു സിംഗ് ശരിക്കും ഏറെ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പ്രശംസിച്ചുകൊണ്ട് ഇന്ത്യയുടെ കോച്ചായ ഗൗതം ഗംഭീർ കഴിഞ്ഞ ദിനം പറഞ്ഞ വാക്കുകളും ശ്രദ്ധിക്കപ്പെട്ടു. റിങ്കുവിന്റെ മനോധൈര്യത്തെ പ്രത്യേകം അഭിനന്ദിച്ച് ഗംഭീർ റിങ്കു ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചത്. ടീം ആകെയും റിങ്കുവിന്റെ കൂടെ ആ സമയത്ത് നിൽക്കുകയും ചെയ്തു. മാർച്ച് 5-ന് വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിന് ഒരുങ്ങവെയാണ് ടീം ക്യാമ്പിൽ വെച്ച് സഹതാരങ്ങൾക്ക് മുന്നിൽ വെച്ച് ഗൗതം ഗംഭീർ റിങ്കുവിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. പ്രാക്ടീസ് തുടങ്ങും മുൻപ് റിങ്കുവിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. വ്യക്തിപരമായ ഒരു നഷ്ടം സംഭവിച്ച് പെട്ടെന്ന് തന്നെ ടീമിലേക്ക് തിരിച്ചെത്താൻ അദ്ദേഹം കാണിച്ച ആത്മധൈര്യത്തെ അഭിനന്ദിച്ചേ മതിയാക്കും. റിങ്കു, ഒരിക്കലും നിങ്ങൾ തനിച്ചല്ല, മുഴുവൻ ടീമും നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കരുത്തോടെ നിൽക്കുക എന്നാണ് ഗംഭീർ ചേർത്ത് പിടിച്ചുകൊണ്ട് റിങ്കുവിനോട് പറഞ്ഞത്. കരളിലെ അർബുദത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന റിങ്കു സിംഗിന്റെ പിതാവ് കാഞ്ചൻ സിംഗ് കഴിഞ്ഞ ആഴ്ചയാണ് മരണത്തിന് കീഴടങ്ങിയത്. റിങ്കു ലോകകപ്പിൽ ഇന്ത്യക്കായി കളിക്കുമ്പോഴായിരുന്നു ഈ മരണം സംഭവിച്ചത്. മരണവാർത്ത അറിഞ്ഞ ഉടൻ ചെന്നൈയിൽ നിന്നും തന്റെ ജന്മനാടായ അലിഗഡിലേക്ക് തിരിക്കുകയായിരുന്നു അന്ന് റിങ്കു. അലിഗഡിൽ മഹുവ ഖേരയിലുള്ള ശ്മശാനത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ അന്ത്യകർമ്മങ്ങൾ. പിതാവിന്റെ മൃതദേഹവും തോളിൽ വഹിച്ചുകൊണ്ട് സഹോദരന്മാർക്കൊപ്പം റിങ്കു സിംഗ് വികാരാധീനനായി നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. വളരെ വൈകാരികമായ നിമിഷങ്ങളായിരുന്നു റിങ്കുവിനെ സംബന്ധിച്ചിടത്തോളം അത്. റിങ്കുവിന്റെ മൂത്ത സഹോദരൻ സോനു സിംഗ് ആണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. മുമ്പ് പലപ്പോഴും റിങ്കു സിംഗിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ആദ്യകാല സ്ട്രഗിളുകളും ലൈഫും എല്ലാം ചർച്ചയായിരുന്നു. റിങ്കു കരിയറിൽ മാത്രമല്ല ജീവിതത്തിലും ഒരു ഹീറോയാണ്. വലിയ പ്രതിസന്ധികളോട് പൊരുതിയാണ് റിങ്കു ഇന്നത്തെ ഹീറോ എന്ന നിലയിലേക്ക് വളർന്നതെന്ന് പറയാം. ബാല്യകാലം മുതലുള്ള കഷ്ടപ്പാടിനിടയിലും ക്രിക്കറ്റിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചതിന്റെ ഫലമാണ് ഇന്നത്തെ റിങ്കുവിന്റെ ഉയർച്ച. സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള കുടുംബത്തിലായിരുന്നു റിങ്കുവിന്റെ ജനനം. അച്ഛൻ കാഞ്ചൻ സിംഗ് പാചകവാതക സിലിണ്ടർ വീടുകൾ തോറും നൽകിയാണ് ഉപജീവനത്തിനായി വഴി കണ്ടെത്തിയിരുന്നത്. ആ ഘട്ടത്തിൽ കുടുംബത്തിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്നെ അധികം വിദ്യാഭ്യാസം നേടാൻ റിങ്കുവിനായില്ല. 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി അച്ഛനെ സഹായിക്കാൻ അദ്ദേഹത്തിന് ജോലിക്ക് ഇറങ്ങേണ്ടി വന്നു. 9 പേർ അടങ്ങുന്ന റിങ്കുവിന്റെ കുടുംബം മുന്നോട്ട് പോകാൻ തൂപ്പ് ജോലിക്കാരനായും ഓട്ടോ ഡ്രൈവറായും എല്ലാം റിങ്കുവും പണിയെടുത്തിട്ടുണ്ട്. സഹോദരൻ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. തൂപ്പുജോലി ഇല്ലാത്തപ്പോൾ ചേട്ടനെ സഹായിക്കാൻ ഓട്ടോറിക്ഷയും കൊണ്ട് റിങ്കുവും തെരുവിലേക്ക് ഇറങ്ങും. എന്നാൽ ദുരിത ജീവിതത്തിനിടയിലും തന്റെ ക്രിക്കറ്റിനോടുള്ള സ്നേഹം അദ്ദേഹം കൈവിട്ട് കളഞ്ഞിരുന്നില്ല. ഇടവേള ലഭിക്കുമ്പോഴെല്ലാം ക്രിക്കറ്റ് കളിക്കാൻ പോകും റിങ്കു. വളരെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നതിനാൽ മികച്ച പരിശീലനം നടത്താനുള്ള യാതൊരു അടിസ്ഥാന സൗകര്യവും അദ്ദേഹത്തിനില്ലായിരുന്നു. നല്ലൊരു ബാറ്റോ ഇടാൻ നല്ലൊരു ഷൂവോ അദ്ദേഹത്തിനില്ലായിരുന്നു. എങ്കിലും പ്രകടന മികവ് കൊണ്ട് ശ്രദ്ധ നേടിയെടുക്കാൻ റിങ്കുവിന് സാധിച്ചു വന്നു. അങ്ങനെയാണ് അദ്ദേഹം IPL-ലേക്ക് എത്തുന്നത്. അന്ന് KKR 80 ലക്ഷം രൂപയ്ക്കാണ് റിങ്കുവിനെ 2022-23 സീസണിൽ സ്വന്തമാക്കുന്നത്. മറ്റു താരങ്ങളെ സംബന്ധിച്ച് ഇത് വലിയ തുകയൊന്നുമല്ലെങ്കിലും റിങ്കുവിനെ സംബന്ധിച്ച് ജീവിതത്തിൽ സ്വപ്നം കാണാനാവാത്ത തുകയായിരുന്നു ആ 80 ലക്ഷം. 20 ലക്ഷം അടിസ്ഥാന വിലയിൽ നിന്നാണ് വാടക വീട്ടിൽ താമസിച്ചിരുന്ന റിങ്കുവിന് 80 ലക്ഷം രൂപ KKR നൽകുന്നത്. ഈ പണം ഉപയോഗിച്ചാണ് വീട് നിർമ്മിച്ചതും സഹോദരിയുടെ വിവാഹം നടത്തിയതും. ഓട്ടോറിക്ഷ ഓടിച്ച് കഷ്ടപ്പെട്ടിരുന്ന സഹോദരനെയും റിങ്കു സഹായിക്കുന്നു. റിങ്കുവിന്റെ ജീവിത സാഹചര്യം ആകെ മാറ്റിമറിക്കാൻ ഈ 80 ലക്ഷം രൂപയ്ക്ക് സാധിക്കുന്നു. മാസം 7000 രൂപ ലഭിച്ചിരുന്ന പിതാവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോയിരുന്ന കുടുംബത്തെ കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ റിങ്കുവിന് ഇതുവഴി സാധിക്കുന്നു. പിന്നീട് KKR-ന്റെ ഹീറോ ആയതുപോലെ കുടുംബത്തിന്റെ ഹീറോ ആയി മാറാൻ റിങ്കുവിന് സാധിക്കുന്നു. ജീവിതത്തിലും കരിയറിലും പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാത്ത പോരാളിയാണ് റിങ്കു. യെസ്, റിമെമ്പർ ദ നെയിം റിങ്കു. സാമ്പത്തിക പരിമിതികൾക്കിടയിലും റിങ്കു സിംഗ് ഇന്ത്യൻ ടീമിൽ എത്തിയ ശേഷവും പിതാവ് സിലിണ്ടർ വിതരണ ജോലിയിൽ തുടർന്നത് ഒരു ഘട്ടത്തിൽ വാർത്തയായിരുന്നു. 1 വർഷം മുൻപാണ് പിതാവിന് അർബുദം സ്ഥിരീകരിച്ചത്. ഇതിനിടെ സമാജ്വാദി പാർട്ടി MP ആയ പ്രിയ സരോജുമായി റിങ്കുവിന്റെ വിവാഹ നിശ്ചയവും കഴിഞ്ഞിരുന്നു. 2025 ജൂണിൽ ലക്നൌവിൽ നടന്ന മകന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ രോഗാവസ്ഥയിലും കാഞ്ചൻ സിംഗ് പങ്കെടുത്തിരുന്നു. ആ സമയത്ത് നമുക്കറിയാം, ഈ ലോകകപ്പിൽ ഇതുവരെ 5 മത്സരങ്ങൾ കളിച്ച റിങ്കു 24 റൺസാണ് നേടിയത്. പക്ഷേ അതിലേറെ റൺസ് ഫീൽഡിംഗ് വഴി സേവ് ചെയ്യാൻ റിങ്കുവിന് കഴിഞ്ഞിട്ടുണ്ട്. റിങ്കുവിന്റെ ആദ്യ 2020 ലോകകപ്പ് ടൂർണമെന്റാണ്. 2024 2020 ലോകകപ്പിൽ ട്രാവലിംഗ് റിസർവായി
അദ്ദേഹം ടീമിനൊപ്പം ഉണ്ടായിരുന്നു. പിതാവിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ടീം ക്യാമ്പിലേക്ക് അടുത്ത ദിവസം തന്നെ റിങ്കു തിരിച്ചെത്തുകയായിരുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് സൂപ്പർ 8 മത്സരത്തിന് മുൻപായി അദ്ദേഹം ഇന്ത്യൻ സ്ക്വാഡിനൊപ്പം തിരികെ ചേരുകയും ചെയ്തു. ആ സമയത്ത് നമുക്കറിയാം, ടീമിൽ ഇല്ലാതിരുന്ന സമയത്ത് പോലും വാട്ടർമാനായി സഞ്ജു സാംസണൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബാറ്റ് ഇടക്ക് തിരികെ പോകുമ്പോൾ കയ്യിൽ വെച്ച് മറന്നുപോയ റിങ്കുവിൻ്റെ ആ വീഡിയോയൊക്കെ വൈറലായിരുന്നു. അപ്പോൾ ആ ഒരു ആത്മാർത്ഥതയാണ്, റിങ്കുവിൻ്റെ ഈ ഒരു ആത്മാർത്ഥതയാണ് ഇന്ന് ക്രിക്കറ്റ് ലോകവും അതുപോലെ കോച്ച് ഗൗതം ഗംഭീറുമെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അഭിനന്ദനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുമ്പൊരിക്കൽ നമുക്കറിയാം, 2018 തൻ്റെ ഫാൻ ക്ലബ് രൂപീകരിച്ചതിൻ്റെ പേരിൽ ട്രോൾ മഴയിൽ കുളിച്ചിരുന്ന ഒരു റിങ്കു ഉണ്ടായിരുന്നു. റിങ്കു സിംഗ് ഫാൻ ക്ലബ് എന്ന പേര് ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പേജ് അദ്ദേഹം തന്നെ തുടങ്ങി. ആ സമയത്ത് ട്രോളുകളിൽ നിറഞ്ഞ ഒരു റിങ്കു. പിന്നീട് റിങ്കു ശ്രദ്ധിക്കപ്പെട്ടത്, ഹീറോ ആയത് 2023 IPL ആ അവിശ്വസനീയമായ പ്രകടനത്തിലൂടെയാണ്. ക്രിക്കറ്റ് ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഗുജറാത്തിനെതിരെ അവസാന ഓവറിൽ തുടർച്ചയായി 5 സിക്സറുകൾ പായിച്ചായിരുന്നു റിങ്കു അന്ന് ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചത്. അതോടെ IPL ചരിത്രത്തിൽ അന്നേ വരെ സംഭവിക്കാത്തതും ആർക്കും നേടാനാവാത്തതുമായ ഒരു പിടി റെക്കോർഡുകളാണ് ആ ഒറ്റ മത്സരത്തിൽ റിങ്കു സ്വന്തമാക്കിയത്. IPLന്റെ അവസാന ഓവറിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരം എന്ന റെക്കോർഡാണെന്ന് റിങ്കു സ്വന്തം പേരിൽ കുറിച്ചത്. IPLന്റെ 18 വർഷത്തെ ചരിത്രത്തിൽ ഒരു മത്സരത്തിന്റെ അവസാന ഓവറിൽ തുടർച്ചയായി 5 സിക്സറുകൾ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇതാണ് അന്ന് റിങ്കു തിരുത്തിയത്. കൂടാതെ അവസാന 7 പന്തിൽ 40 റൺസാണ് അന്ന് റിങ്കു സ്വന്തമാക്കിയത്. അതും ഒരു റെക്കോർഡാണ്. അതുവരെ ആരും 7 പന്തിൽ 40 റൺസ് IPL സ്വന്തമാക്കിയിട്ടില്ല. കൂടാതെ IPL ചരിത്രത്തിൽ ഒരു ചേസിന്റെ അവസാന ഓവറിൽ 30 റൺസ് നേടുന്ന ആദ്യ ബാറ്റർ ആകാനും അന്ന് ആ ഒറ്റ ഇന്നിംഗ്സോടെ റിങ്കു സിംഗിന് സാധിച്ചു. IPLൽ അതിനു മുമ്പ് അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അന്ന് യാഷ് ദയാൽ എറിഞ്ഞ 20ാമത്തെ ഓവറിൽ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ 29 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. ആദ്യ പന്ത് ഉമേഷ് യാദവ് സിംഗിൾ എടുത്ത് റിങ്കു സിംഗിന് സ്ട്രൈക്ക് കൈമാറുന്നു. ഒരുപക്ഷെ ഉമേഷ് യാദവിന്റെ കരിയറിലെ ഏറ്റവും സെൻസിബിൾ സിംഗിൾ എന്ന് തന്നെ വിളിക്കാം ആ ഒരു സിംഗിളിനെ. പിന്നെ നടന്നതാണ് ചരിത്രം. ജയിക്കാൻ വേണ്ടത് 5 പന്തിൽ 28 റൺസാണ്. രണ്ടാം പന്ത് ഓസ്റ്റമ്പിന് പുറത്തൊരു ഫുൾ ടോസ് എക്സ്ട്രാ കവറിന് മുകളിലൂടെ റിങ്കു സിക്സറിന് പറത്തുമ്പോൾ അതൊരു തുടക്കമാണെന്ന് ആരും സ്വപ്നത്തിൽ പോലും കരുതിയിരിക്കില്ല. മൂന്നാം പന്ത് പാഡിന് നേരെ ഫുൾ ടോസ് ആയി വീണ്ടും വരുന്നു. ഫൈൻ ലെഗ് ബൗണ്ടറിക്ക് മുകളിലൂടെ അതും റിങ്കു സിംഗ് സിക്സർ പറത്തിയപ്പോഴും പ്രത്യേകിച്ച് മത്സരഫലം മാറ്റിമറിക്കുമെന്ന് ആരും കണ്ടിരുന്നില്ല സ്വപ്നത്തിൽ പോലും. നമ്മുടെ കിലുക്കത്തിലെ ലോട്ടറി അടിക്കുന്ന സീനിൽ ഓരോ നമ്പറായി രേവതി പറയുമ്പോൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കുറേ കണ്ടിട്ടുണ്ട് എന്ന മൂഡിലായിരുന്നു, അങ്ങനെ ഒരു ഇന്നസെന്റ് മൂഡിലായിരുന്നു ക്രിക്കറ്റ് ആരാധകർ. എന്നാൽ നാലാം പന്തും യാഷ് ദയാലിൻ്റെ വക ഒരു ഫുൾ ടോസ് തന്നെ വരുന്നു. ഇത്തവണ ലോങ് ഓണിന് മുകളിലൂടെ റിങ്കു സിംഗ് വീണ്ടും സിക്സർ നേടിയപ്പോൾ ഗുജറാത്ത് ഒന്ന് അപകടം മണക്കുന്നു. കൊൽക്കത്തക്ക് ഇനി ജയിക്കാൻ വേണ്ടത് 2 പന്തിൽ 10 റൺസാണ്. ഒരു പന്ത് മിസ്സായാൽ തോൽവി ഉറപ്പാണ്. എന്നാൽ യാഷ് ദയാൽ എറിഞ്ഞ 5ാം പന്ത് അതൊരു സ്ലോ ബോളായിരുന്നു. അതും റിങ്കു സിംഗ് ലോങ് ഓണിന് മുകളിലൂടെ സിക്സറിന് പറത്തുന്നു. കളി കൈവിടുകയാണെന്ന് ഗുജറാത്തിന് അപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ ഇനി വേണ്ടത് ഒരു പന്തിൽ 4 റൺസാണ്. വീണ്ടും ക്യാപ്റ്റനും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട് കൂടിയാലോചനകൾ നടത്തുന്നു. സമ്മർദ്ദം കൊടുമ്പിരി കൊള്ളുന്നു. ഒടുവിൽ യാഷ് ദയാൽ വീണ്ടും പന്തെറിയാൻ ആരംഭിക്കുന്നു. അവസാന പന്ത് അത് യാഷ് ദയാലിൻ്റെ തലക്ക് മുകളിലൂടെ സിക്സറിന് പറത്തിക്കൊണ്ട് റിങ്കു സിംഗ് അന്ന് കുറിച്ചത് IPL ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ വിജയമായിരുന്നു. റിങ്കു സിംഗ് അന്ന് 21 പന്തിൽ ഒരു 4ഉം 6 സിക്സറും സഹിതം പുറത്താകാതെ 48 റൺസാണ് നേടിയത്. അതിനുശേഷമാണ് റിങ്കു ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോഴിതാ അച്ഛൻ മരിച്ച് ചിതയാറും മുൻപേ ടീമിനൊപ്പം ചേർന്നുകൊണ്ട് റിങ്കു കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത അതും ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. സല്യൂട്ട് റിങ്കു സിംഗ്.